ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി മാഗി റെസിപ്പിയാണ് വിത്ത് എഗ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, എനിക്കും ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയുടെ ഹാഫാണ്, പിന്നെ ക്യാരറ്റും. സവാള ഇങ്ങനെ ചെറിയ ചതുര രീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരറ്റും നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, കാരണം വേവാൻ എളുപ്പത്തിൽ. ഇതൊരു തക്കാളിയുടെ ഹാഫ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു പച്ചമുളക് എടുത്തു. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പച്ചമുളക് ഒരെണ്ണം എടുത്താലും മതി. പിന്നെ വേണ്ടത് മസാലകളാണ്. ഇവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഉണ്ടെങ്കിൽ അതായാലും മതി. മസാലയുടെയൊക്കെ ടേസ്റ്റ് ഏറെ ഇഷ്ടമുള്ളവർ കുറച്ച് ഏറെ ഇടുക, അതനുസരിച്ച് നമുക്ക് കുറച്ചോ കൂട്ടിയൊക്കെ ഇടാം. പിന്നെ മാഗിയുടെ മസാല ഉള്ളത് കൊണ്ട് അധികം മസാല ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തത് മെയിൻ ഐറ്റമാണ് മുട്ട. നമുക്ക് 1-2 മുട്ട യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ചെറിയ മാഗി ആയതുകൊണ്ട് ഒരു മുട്ട മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പെടുക്കാൻ മറക്കരുത്, നമ്മൾ ഉണ്ടാക്കുമ്പം എന്തായാലും ഉപ്പൊക്കെ ഇട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ എടുക്കുന്നത് 28ൻ്റെ മാഗി ആണെങ്കിലും അതിൽ നിന്ന് ഒരു സെറ്റ് മാഗി മാത്രമേ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് ഒരു പാത്രമൊക്കെ വെച്ച് പാത്രം ഒന്ന് ചൂടാകുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും ക്യാരറ്റും അതിലേക്ക് ഇടാം. അത് വഴറ്റുന്നതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേണ്ടി കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാളയുടെ നിറം അധികം അങ്ങ് ബ്രൗൺ ആവണ്ട, ഒരുവിധം ആയാൽ മതി. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇടുക, അതും ഇട്ട് ഇളക്കുക. പിന്നെ എടുത്തു വെച്ച മസാലകളെല്ലാം അതിലേക്ക് ഇടുക. അത് നന്നായിട്ട് അടുക്കി പിടിക്കാതെ കരിയാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതെല്ലാം സൈഡിലേക്ക് ഒതുക്കിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് മുട്ട നന്നായി ചിക്കി കൊടുക്കണം. നല്ല രീതിയിൽ ആ എണ്ണയിലിട്ട് ചിക്കി എടുക്കുക. ഇപ്പോൾ എണ്ണ കുറവാന്ന് തോന്നുവാണെങ്കിൽ ആ സമയം കുറച്ച് എണ്ണയും കൂടെ അതിലേക്ക് ഇടണം. പിന്നെ ഉപ്പ് ഇടാനായിട്ട് മറക്കരുത്. മുട്ട പൊട്ടിക്കുമ്പോഴും ഉപ്പിട്ടോ. എന്നിട്ട് ആ മസാലയുടെ സമയത്തും കുറച്ച് ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല, കൂടിപ്പോകരുത്. എന്നിട്ട് നമ്മൾ ആ മസാലക്കൂട്ടും എല്ലാം കൂടി ഇളക്കുക. അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി, ഈ ഗ്രേവി ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് മാഗി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോർമലി മാഗി എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ ആക്കി മാഗി സെറ്റാക്കി എടുക്കുക. മാഗി മസാലയൊക്കെ ഇട്ട് മാഗി സൂപ്പറായിട്ട് ആക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ഗ്രേവി എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി, അപ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചോ, കാരണം അത് അടിയിൽ പിടിക്കണ്ടല്ലോ. പിന്നെ കുറച്ച് സോസ് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി എഗ് മാഗി റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ചെയ്യുന്നതാണ്, ഞാനും ഇങ്ങനെയാണ് കഴിക്കാറ്. അപ്പോൾ ചുമ്മാ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. എരിവ് പ്രശ്നമുള്ളവർ പച്ചമുളകും മുളക് പൊടിയൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ.